ട്രയംഫ് എന്ന വാഹന നിർമ്മാണ കമ്പനി പുതിയ കുറേ അടിപൊളി മോഡൽസിനെ കൊണ്ടുവന്ന് നമ്മൾ യൂത്തിനെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ട്രയംഫിൻ്റെ സ്പീഡ് 400 ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഫുള്ളായിട്ട് കണ്ടു. ആദ്യം തന്നെ ഞാൻ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തെ പറ്റിയുള്ള അലങ്കാര കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഒരു ലുക്കിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം നമ്മളെ ക്ഷണിക്കുന്നത് ഈ ഒരു വിൻഷീൽഡാണ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫിനിഷിൽ ചെറിയൊരു സെറ്റപ്പിൽ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ റൗണ്ടായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് വണ്ടിയുടെ ഒരു യൂണീക്നെസ് എന്ന് പറയാം. ഈ ഒരു റൗണ്ടിനെ അവർ 4 ആയിട്ട് ഭാഗിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് LED സെറ്റപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ DRL ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ട്രയംഫിൻ്റെ ലോഗോയും നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് കാണാം. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു 4 ചേമ്പറാണ് ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത്. ഇത് DRLനോടൊപ്പം തന്നെ ഈ 2 ചെറിയ സാധനം ഇങ്ങനെ വർക്ക് ചെയ്ത് കിടക്കും. പിന്നെ നമ്മൾ ഹൈ ബീം ലോ ബീം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ആ ഒരു ഹെഡ്ലൈറ്റിനെ നമുക്കൊരു മൗണ്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറിലാണ് സെറ്റപ്പൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 43mm വരുന്ന അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. ഇതിനെ ഒരു ഗോൾഡ് ഫിനിഷിൽ ചെയ്തേക്കുന്നതുകൊണ്ട് വണ്ടിക്ക് കുറച്ചും കൂടെ കളറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ അട്രാക്ഷൻ കിട്ടും. ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു രീതിയിലാണ് ആ ഒരു സെറ്റപ്പ്. സാധാരണ നമ്മൾ കാണുന്ന ഇങ്ങനെ വരുന്ന ആ ഒരു സെറ്റപ്പ് മാറി നമ്മുടെ ആ ഒരു ഫോക്സിൽ തന്നെയാണ് ഈ ഇൻഡിക്കേറ്ററിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറും കാണാൻ പറ്റും. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് ഗംഭീരമാക്കുന്നതിൽ ഫ്രണ്ട് വശത്തിന് നല്ല രീതിയിലൊരു പങ്കുണ്ട്. കാരണം അത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ മഡ് ഗാർഡ് വന്നിരിക്കുന്നത്, അതായത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് ഫ്രണ്ട് ഭാഗത്തു നിന്ന് തന്നെ നല്ല അടിപൊളിയാണ്. ഇപ്പോഴത്തെ നമ്മളെ യങ് ജനറേഷന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് വണ്ടിയിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഞാൻ ഈ ഒരു സൈഡ് പൊസിഷനിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നമുക്ക് വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഡ്യൂക്ക് 390 വരുന്ന ആ ഒരു സെറ്റപ്പിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനിയും വണ്ടിയുടെ സൈഡ് വൈസിലുള്ള ലുക്കിനെ പറയുമ്പോൾ 13 ലിറ്റേഴ്സിലാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഒരു ഗംഭീരമായ ഒരു ഫ്യൂൽ ടാങ്കാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ട്രയംഫിൻ്റെ ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഇവിടെ ചെറിയ രീതിയിൽ നമുക്കൊരു തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു സെറ്റപ്പും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ വണ്ടിയുടെ മുന്നിൽ നിന്നുള്ള പൊസിഷനിൽ നിന്ന് തന്നെ നമ്മൾ വണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ സ്ലേറ്റ് പോലിരിക്കുന്ന ഒരു റേഡിയേറ്റർ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വണ്ടി ലിക്വിഡ് കൂൾഡ് സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വണ്ടിയുടെ കളേഴ്സാണ് ടോട്ടലി നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സൈലൻസറിൻ്റെ കളറായാലും ഈ ഒരു ഫോക്സിൻ്റെ കളറായാലും വണ്ടിയുടെ ടോട്ടൽ കളേഴ്സ് നമ്മളെ നല്ല രീതിയിൽ വണ്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതാണ് വണ്ടിയുടെ ഒരു കളർ സെറ്റപ്പ്. ഞാൻ ഈ വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞുതരാം. 398.15 cc ആണ് ഈ വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി. അതായത് ഇതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്, DOHC എഞ്ചിനാണ്. പിന്നുള്ള പവറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 PS 37.5 Nm ടോർക്ക് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ എഞ്ചിൻ വൈസിലുള്ള പ്രത്യേകത. ഇനി ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ഒരു ബോൾഡ് ക്യാരക്ടറിനെ കാണിക്കുന്ന രീതിയിലുള്ള നല്ല സൈസിലുള്ള ഒരു എഞ്ചിനാണ്. ഇവിടെ നമുക്ക് ട്രയംഫിൻ്റെ ഒരു ചെറിയ എംബ്ലവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ത്രികോണം ഷേപ്പിലാണ് എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ടോട്ടലി ഞാൻ പറഞ്ഞില്ലേ വണ്ടി മൊത്തത്തിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. വണ്ടിയുടെ ഡിസൈൻ വൈസ് ഫുള്ള് സെറ്റപ്പും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രാഷ് ഗാർഡും എൻജിൻ ഗാർഡും വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളൊന്നും നമുക്ക് ആക്സസറീസ് അല്ല, ഇതെല്ലാം ഇൻബിൽഡായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സെറ്റപ്പാണ്. പിന്നെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് എക്സോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ്. എക്സോസ്റ്റിൻ്റെ ഈ ഒരു മാനിഫോൾഡിൽ നിന്ന് വരുന്ന കണക്ഷൻ ഡയറക്റ്റ് ഇവിടെ അടിയിലേക്ക് ക്യാറ്റിലേക്ക് കണക്ഷൻ പോയിട്ട് അതിൽ നിന്നാണ് ബാക്കിൽ എക്സോസ്റ്റ് ടിപ്പിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്നത്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ നമുക്ക് ഈ സൈഡ് വൈസ് ലുക്ക് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു പീസ് വന്നേക്കുന്നതുകൊണ്ട് അത് നമുക്ക് വലുതായിട്ട് മനസ്സിലാവത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതുപോലെ ഇവിടെ ബ്രേക്ക് ലിവർ വന്നിട്ടുണ്ട്. ഈ ഫുഡ് റെസ്റ്റിൽ ട്രയംഫിൻ്റെ ചെറിയ ഒരു എഴുത്തും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള കുറച്ച് ക്രോം ഫിനിഷിലുള്ള മെറ്റൽ എലമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടിയുടെ ലുക്കിനെ മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ സ്പീഡ് 400 എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഈ സൈഡ് കവറിൽ ചെറിയൊരു നെറ്റ് ഫിനിഷിലുള്ളൊരു സംഭവം, അങ്ങനെ ഒരു മൊത്തത്തിൽ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഈ ഫ്രെയിമിലേക്ക് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. വേറെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ കലർന്ന് ഒരു മിനുസമുള്ള സെറ്റപ്പിലുള്ളൊരു കളറാണ് ഈ ബാക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ടോട്ടലി വണ്ടിയുടെ ലുക്സിൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വെടിക്കുറ്റി കണക്കിരിക്കുന്ന ഒരു എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ കാണാം.
പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് ബാക്കിലേക്ക് വരുമ്പോഴും നമുക്ക് ഇതാ ഇവിടെ ഉള്ളിലായിട്ട് സൈഡ് മൗണ്ടഡ് മോണോ ഷോക്ക് കാണാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതാ ഒരു വലിയ ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. റൈറ്റ് സൈഡിലാണ് ചെയിൻ സ്പ്രോക്കറ്റും സെറ്റപ്പും ഒക്കെ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ 17 ഇഞ്ച് അലോയ്സ് ആണ്. ഈ അലോയ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബാക്കിലൊരു ബൾക്കി ടയർ കിടക്കുന്ന ഒരു ഫീലാണ് വണ്ടിക്ക് സൈഡ് ലുക്കിൽ നിന്ന് തന്നെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ചെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ സാരി ഗാർഡും സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു മഡ് ഗാർഡ് കുറച്ചും കൂടെ പുറകിലേക്ക് ഇറങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റോട് കൂടെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് കാണാം. അതും ഒരു കുഞ്ഞൻ സെറ്റപ്പാണ്. ബാക്കിൽ നിന്ന് ഒരു നല്ല താഴ്ചയിലുള്ള പൊസിഷനിൽ നിന്നായിരിക്കും നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആവുന്നത്. പിന്നെ ഇവിടെ ഒരു പില്ലിയൻ റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ട്രൈമ്പിൻ്റെ ഒരു ലോഗോയും ഇവിടെ ട്രൈംബ് എന്നുള്ളൊരു എഴുത്തും സീറ്റിലുണ്ട്. പിന്നെ ഈ പില്ലിയൻ റെസ്റ്റും ഞാൻ അതുപോലെ പറഞ്ഞ ആ ഒരു വിൻഷീൽഡും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ ആക്സസറീസായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമല്ല, വണ്ടിയിൽ ഇൻബിൽഡായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പുതിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എന്തൊക്കെ ആഡ് ചെയ്യണം എന്തൊക്കെ വേണ്ട എന്നുള്ളത്, അങ്ങനെ ഒരു കൺഫ്യൂഷനും ഇതിൻ്റെ അകത്ത് വേണ്ട. പിന്നെ ഈ ഒരു സൈഡിൽ സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇനിയും ഈ വശത്തേക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. നമുക്കൊരു 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. അതോടെ ഒപ്പം തന്നെ അസിസ്റ്റഡ് ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റൈഡൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അതൊക്കെയാണ് ഈ ഒരു വശത്തും പറയാനുള്ളത്. ടോട്ടലി സെയിം തന്നെയാണ്. ഈ വശത്ത് പ്രത്യേകിച്ച് മറ്റ് വ്യത്യസ്തകളൊന്നും കൊണ്ടുവന്നിട്ടില്ല വണ്ടിയിൽ. ആ ഒരു എൻജിൻ ഗാർഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ എൻജിൻ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആ ട്രൈമ്പിൻ്റെ ഒരു അടിപൊളി ലോഗോ കാര്യങ്ങളും സെറ്റപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നോർമലി KTMൻ്റെയും ബജാജിൻ്റെയൊക്കെ ആ ഒരു ലൈനപ്പിൽ കാണുന്ന വൈബ്രയുടെ കാലിപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുന്നത് 4 പിസ്റ്റനാണ്, ബാക്കിൽ നോർമൽ സെറ്റപ്പൊക്കെ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ 300 mm ഒരു ഡിസ്ക്കാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോൾ അത് 230 mm ആണ്. പിന്നെ നമുക്കിവിടെ ABS ഭാഗമായിട്ടുള്ള ഒരു ടോണറും കാര്യങ്ങളുമൊക്കെ 2 വീൽസിലും കാണാം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലിംഗ് പൊസിഷനും പിന്നെ ഇതിൻ്റെ മീറ്ററിൽ വന്നിട്ടുള്ള സെറ്റപ്പൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു മീറ്റർ കൺട്രോളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു അനലോഗ് സെറ്റപ്പിലാണ് മീറ്റർ വന്നിട്ടുള്ളത്. അതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ എല്ലാം ഡിജിറ്റലി ഒക്കെ വന്നിട്ട് കുറച്ചും കൂടെ വണ്ടി നമുക്ക് ഭയങ്കര ഫീച്ചറിസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു അനലോഗ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രൈമ്പിൻ്റെ ലോഗോ, പിന്നെ എൻജിൻ ഓയിൽ, പിന്നെ എൻജിൻ വാണിങ്, ABS, അങ്ങനെ സാധാരണയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻസ്, പിന്നെ പെട്രോൾ വാണിങ്, പിന്നെ അതുപോലെ അങ്ങനെയുള്ള സെറ്റപ്പ് സാധാരണ നമ്മൾ എന്തൊക്കെ സെറ്റപ്പുകൾ കാണുമോ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഈ ഒരു മീറ്ററിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആണ്. ഈ ഹാൻഡിൽ ബാർ എൻഡിലാണ് നമുക്ക് മിറേഴ്സ് വരുന്നത്. ഇനി ഈ റൈറ്റ് സൈഡ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹസാർഡ് സ്വിച്ചും വന്നിട്ടുണ്ട്. 4 ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹസാർഡ് സ്വിച്ചും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ അത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സാണ്. അതായത് നമ്മൾ 390 കാണുന്ന ആ ഒരു സെറ്റപ്പിലാണ് ലിവേഴ്സ് വന്നിട്ടുള്ളത്. ടോട്ടലി എനിക്കിതിൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷൻ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വൈഡാണ് വണ്ടി, നമുക്ക് കുറച്ചും കൂടെ സുഖമായിരിക്കും വണ്ടി കൊണ്ട് നടക്കാനൊക്കെ, കുറച്ചും കൂടെ അഗ്രസീവ് ഫീൽ കിട്ടും. പിന്നെ ഇനി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻസ് മാറ്റാനും എടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നോർമലാണ്. ഇൻഡിക്കേറ്റർ, ഹോണിനെ കുറച്ചും കൂടെ നമ്മുടെ പഴയ സ്റ്റൈലിൽ ചുമന്ന കളറിൽ ആ ഒരു ബട്ടൺ കൊണ്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈ ബീം, ലോ ബീം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെടാത്തവർക്ക് ഫ്രണ്ടിലും നമുക്ക് ഇവിടെ ഒരു ഹൈ ബീം, ലോ ബീം ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് ഞാൻ NSഉം അങ്ങനെയുള്ള വണ്ടികളൊക്കെ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ ഇവിടെ വേറൊരു ബട്ടൺ ഉണ്ട്. അതൊക്കെയാണ് ഹാൻഡിലിംഗ് പൊസിഷനിൽ വരുന്ന കാര്യം. ടാങ്ക് കാണാം. ഇവിടെ നമുക്ക് തൈ സപ്പോർട്ടൊക്കെ വരുന്ന രീതിയിൽ ചെറിയൊരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ പെട്രോൾ ലിഡ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് E20യുടെ ഒരു ബാഡ്ജിങ്ങും സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൽ ഇങ്ങനെ ചെറിയൊരു കർവ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഷോക്കിന് വന്ന് പോകാനുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് എനിക്ക് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഷോക്ക് വന്ന് ഇടിച്ച് ചളങ്ങിയിരിക്കത്തില്ലേ, അതുപോലൊരു ഫീലാണ്. ചുമ്മാ പറഞ്ഞാണ്, പക്ഷേ കൊള്ളാം സംഭവം. അതൊക്കെയാണ് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇത് റൈഡ് ബൈ വയർ ആണ് ഇതിൻ്റെ ത്രോട്ടിലിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വിക്കും സ്മൂത്തും ആയിരിക്കും നമ്മുടെ ആ ഒരു റൈഡിംഗ് ഒക്കെ. പിന്നെ ഇനി ഞാൻ ഇതിൻ്റെ സീറ്റ് ഹൈറ്റിനെ പറ്റി പറയാം. 803 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓക്കെയാണ്, ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 179 കിലോഗ്രാമാണ് ടോട്ടൽ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബൾക്കി ഫീലൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടി സ്മൂത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ സ്പീഡ് 400ൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ബുക്കിംഗ് എൻക്വയറീസോ അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ KTM പത്തനംതിട്ടയായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വണ്ടിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.